നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. നിലമ്പൂരിൽ ഇലക്ട്രിക് ഓട്ടോകൾ പെർമിറ്റ് എടുക്കാതെ ഓടുന്നതിനെതിരെ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ അനധികൃത സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ജോയിന്റ് RTO ഓഫീസിലേക്ക് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ മാർച്ച് നടത്തും. നിലമ്പൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രിക് ഓട്ടോകൾ പെർമിറ്റ് എടുക്കാതെ ഓടുകയാണെന്ന് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ഒരു വിളിച്ചു ചേർത്തിയ അടിയന്തര മീറ്റിംഗിന്റെ ഫലമായിക്കൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂർ ജോയിന്റ് RTO ഓഫീസിലേക്ക് ഒരു മാർച്ച് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ നിങ്ങൾക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ എന്നും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പെർമിറ്റ് സംബന്ധമായ പല രീതിയിലുള്ള, അതുപോലെ തന്നെ യൂണിയൻ സംബന്ധിച്ച്, സ്റ്റിക്കർ സംബന്ധിച്ച്, മുനിസിപ്പാലിറ്റിയുടെ സ്റ്റിക്കർ, പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റിക്കർ, ഇതൊക്കെ പല വിവാദങ്ങളിലും ഞങ്ങളെ കൂടെ നിന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നിലമ്പൂരിനെ കുറിച്ച് അറിയാമെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാം. എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത്, നിലമ്പൂർ നഗരസഭയിൽ ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷകൾ കണ്ടമാനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു രേഖയുമില്ലാതെ. കാരണം ഓരോ ഓട്ടോറിക്ഷ ഓരോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഓടണമെങ്കിൽ അതാത് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിൻ്റെയോ പെർമിഷനോട് കൂടിയേ ഓടാൻ പാടുള്ളൂ. എന്നാൽ ഇപ്പോൾ നടക്കുന്നത്, ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷകൾ ഒരു പെർമിറ്റുമില്ലാതെ, മുനിസിപ്പാലിറ്റിൻ്റെ പെർമിറ്റ് ഇല്ലാതെ അവർ വണ്ടി വാങ്ങിച്ചു വരികയും സാധാരണ രീതിയിൽ എല്ലാ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും ലൈനാക്കി ഇടുകയും, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പെർമിറ്റ് ഉള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചോദ്യം ചെയ്യുമ്പോൾ അവരുമായി കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ RTO ഓഫീസിൽ, പോലീസ് സ്റ്റേഷനിൽ ഒക്കെ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. നിലമ്പൂരിൽ ഓട്ടോ പെർമിറ്റ് നൽകുന്നത് നിർത്തിവച്ചിട്ട് 20 വർഷത്തോളമായി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പെർമിറ്റ് നിർത്തലാക്കിയത്. നിലവിലുള്ള 788 പെർമിറ്റുകളിൽ കൂടുതൽ അനുവദിക്കാൻ നിയമാനുസൃതമായി സാധിക്കില്ല. പെർമിറ്റ് എടുക്കാതെ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10-ന് നിലമ്പൂർ ടൌണിൽ നിന്ന് തുടങ്ങുന്ന മാർച്ചിൽ നിലമ്പൂരിലെ മുഴുവൻ യൂണിയനിലെയും ഓട്ടോ തൊഴിലാളികൾ പങ്കെടുക്കുമെന്നും സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ റഹീം ചോലയിൽ, അബു മുതുകാട്, ജയരാജൻ, TMS ആസിഫ്, V അബ്ദുൾ മജീദ്, P ശ്രീധരൻ, ഫൈസൽ തയ്യിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.